ഡെവിൾ ലവ് ഭാഗം 9. അവൻ്റെ വണ്ടിയുടെ ടയർ നിലത്ത് ഉരഞ്ഞു നിന്നു. സ്റ്റീഫൻ ഗോഡൗണിൻ്റെ പുറത്തേക്ക് വന്നു. സർ, അർജുൻ അവനെ ഒന്ന് നോക്കി. പിന്നെ ഗോഡൗണിൻ്റെ ഉള്ളിലേക്ക് നടന്നു. അവിടെ ഒരു ഇരുണ്ട മുറിയിൽ 2 കൈയും ഒരു തൂണിൽ കെട്ടിയ നിലയിൽ രാജീവ് ഉണ്ടായിരുന്നു. അർജുൻ അവൻ്റെ അടുത്തേക്ക് നടന്നു. അവൻ്റെ ഓരോ കാലടിയും യമൻ്റെ വരവ് പോലെ തോന്നിച്ചു. അർജുനെ കണ്ടതും രാജീവ് ഉമിനീർ ഇറക്കി. സർ, എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? അത് കേട്ടതും അർജുൻ ദേഷ്യം കൊണ്ട് വിറച്ചു. പെട്ടെന്ന് കൈ ചുരുട്ടി അവൻ്റെ മൂക്കിന്മേൽ ഒരു പഞ്ച് കൊടുത്തു. മൂക്കിൽ നിന്ന് രക്തം ഒഴുകി. രാജീവിൻ്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു. നീ ഒന്നും ചെയ്തില്ലേ? എത്രയോ പെൺകുട്ടികളുടെ ജീവിതം നീ നശിപ്പിച്ചു. ഇന്ന് എൻ്റെ പെണ്ണിനെ ഞാൻ സമയത്ത് കണ്ടില്ലായിരുന്നെങ്കിൽ അവളെയും നീ... അത്രമാത്രം പറഞ്ഞു അർജുൻ അവൻ്റെ വയറ്റിലേക്ക് വീണ്ടും പഞ്ച് ചെയ്തു. രാജീവ് ഉറക്കെ നിലവിളിച്ചു. വേദന കൊണ്ട് അവന് നിവർന്ന് നിൽക്കാൻ പോലും കഴിയുന്നില്ല. അവൻ കുനിഞ്ഞു നിന്നു. അർജുൻ സ്റ്റീഫനെ നോക്കി. സ്റ്റീഫൻ രാജീവിൻ്റെ കയ്യിൽ കെട്ടഴിച്ചു. പിന്നെ അവനെ വലിച്ചഴിച്ച് അർജുൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അർജുൻ അവൻ്റെ നേരെ ഇരുന്നു. രാജീവ് അർജുൻ്റെ കാല് പിടിച്ചു. സർ, പ്ലീസ്. ഇഷാനിയെ സർ സ്നേഹിക്കുന്ന കുട്ടിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇനി ഒരിക്കലും ഞാൻ അവളുടെ മുന്നിൽ പോലും പോകില്ല. എന്നെ ഉപദ്രവിക്കല്ലേ, രാജീവ് പേടിയോടെ പറഞ്ഞു. അത് കേട്ടു അർജുൻ ചിരിച്ചു. ഇഷാനിയെ മാത്രമല്ല, ഒരു പെണ്ണിനെയും ഇനി നീ ഉപദ്രവിക്കരുത്. പക്ഷേ എൻ്റെ പെണ്ണിനെ നോക്കിയ നിന്നെ അങ്ങനെ വിടാൻ എനിക്ക് പറ്റില്ലല്ലോ. അതും പറഞ്ഞ് അർജുൻ രാജീവിൻ്റെ തല പിടിച്ചു ചുവരിൽ ഇടിച്ചു. രാജീവിൻ്റെ അലർച്ച ആ ഗോഡൗണിൽ മുഴുങ്ങി. പിന്നെ അവൻ്റെ 2 കൈയും പിടിച്ച് പിന്നിലേക്ക് ഒടിച്ചു. സ്റ്റീഫൻ ആ നിമിഷം അർജുൻ്റെ മുഖത്തേക്ക് നോക്കി. ശരിക്കും ഒരു ഡെവിളിനെ പോലെ. സ്റ്റീഫൻ പോലും അറിയാതെ ഉമിനീർ ഇറക്കി. രാജീവ് നിലവിളിച്ചു. പക്ഷേ അർജുൻ്റെ മനസ്സ് നിറഞ്ഞു നിന്നത് പേടിച്ച് വിറച്ചുകൊണ്ട് കണ്ണു നിറച്ചു നിന്ന ഇഷാനിയുടെ മുഖമായിരുന്നു. അതോർത്തപ്പോൾ അവന് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൻ രാജീവിൻ്റെ തൊടയിടുക്കിൽ ചവിട്ടി. രാജീവ് ജീവൻ പോകുന്നത് പോലെ പിടഞ്ഞു. പിന്നെ അർജുൻ അവൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. നിന്നെ ഞാൻ ഇപ്പോൾ കൊല്ലില്ല. കാരണം ഇപ്പോൾ നിന്നെ കൊന്നാൽ അവൾ അറിയും. അവൾ എന്നെ പേടിക്കും. അവളുടെ കണ്ണിൽ എന്നോടുണ്ടാവേണ്ടത് പ്രണയമാണ്, അല്ലാതെ ഭയമല്ല. അതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ ഇപ്പോൾ വെറുതെ വിടുന്നു. പക്ഷെ വീണ്ടും പഴയ സ്വഭാവത്തിലേക്ക് തിരികെ പോയാൽ ഈ നാട്ടിൽ നിനക്ക് ജീവിക്കാൻ പറ്റില്ല. ഇഷാനിയുടെ മുന്നിൽ ഇനി നിന്നെ കണ്ടാൽ അന്നായിരിക്കും നിന്റെ അവസാന ദിവസം. ഇനിയൊരു അവസരം ഇതുപോലെ ഞാൻ നൽകില്ല. അർജുൻ താക്കീതോടെ പറഞ്ഞു. രാജീവ് അടഞ്ഞു പോകുന്ന കണ്ണുകളോടെ ശരിയെന്ന് തലയാട്ടി. അവൻ്റെ തലയും മൂക്കും മുഴുവൻ രക്തം കൊണ്ട് മൂടപ്പെട്ടിരുന്നു. അർജുൻ അവനെ തള്ളിവിട്ടു. രാജീവ് താഴേക്ക് വീണു. സ്റ്റീഫ, അർജുൻ വിളിച്ചു. സ്റ്റീഫൻ ഉടനെ അടുത്തേക്ക് വന്നു. സർ, ഇവനെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കുക. പിന്നെ ഒരു കണ്ണ് എപ്പോഴും ഇവൻ്റെ മേലെ വേണം. ഓക്കെ സർ. അന്നും പറഞ്ഞ് സ്റ്റീഫൻ തൻ്റെ കൂടെയുണ്ടായിരുന്ന ഗാർഡുകളെ നോക്കി. അവർ ഉടനെ തന്നെ രാജീവിനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. സ്റ്റീഫ, അർജുൻ വീണ്ടും വിളിച്ചു. സർ, നാളെ തന്നെ ഔറ ഇവൻ്റ് കമ്പനി നമ്മുടെ കമ്പനിയുടെ കീഴിൽ വരണം. എത്ര പണം വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ ആ കമ്പനി നമുക്ക് സ്വന്തമാകണം. അത്രയും പറഞ്ഞ് അർജുൻ തിരിഞ്ഞു നടന്നു. ഒരു കൊടുങ്കാറ്റ് കടന്നു പോയതുപോലെ സ്റ്റീഫൻ അവൻ്റെ പോക്ക് കണ്ണും തള്ളി നോക്കി നിന്നു. ഇഷാനി കുളി കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ ചിപ്പി ഹാളിലിരുന്ന് എന്തോ എഴുതുകയായിരുന്നു. ഒരു നിമിഷം അവളെ നോക്കി നിന്ന ശേഷം ഇഷാനി അടുക്കളയിലേക്ക് നടന്നു. രാത്രിക്കുള്ള ചപ്പാത്തിയും മുട്ടക്കറിയും തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചിപ്പി അങ്ങോട്ടേക്ക് വന്നത്. ഞാൻ സഹായിക്കണോ ചേച്ചി? അവൾ ഒരു പുഞ്ചിരിയോട് ചോദിച്ചു. ആ ശബ്ദം കേട്ട് ഇഷാനി തിരിഞ്ഞു നോക്കി. ആ, നിന്റെ എഴുത്തൊക്കെ കഴിഞ്ഞോ? അവൾ ചോദിച്ചു. കഴിഞ്ഞു ചേച്ചി, മാത്സ് ഹോംവർക്കായിരുന്നു, അത് തീർത്തു. ചിപ്പി സന്തോഷത്തോടെ പറഞ്ഞു. ഇഷാനിക്ക് അവളെ കാണുമ്പോഴെല്ലാം തൻ്റെ അനിയത്തി അനുഗ്രഹയെ ഓർമ്മ വരുമായിരുന്നു. 2 പേരുടെയും സ്വഭാവത്തിൽ നല്ല സാമ്യമുണ്ടായിരുന്നു. ഒരു നിമിഷം അവൾ ചിപ്പിയെ തന്നെ നോക്കി നിന്നു. എന്താ ചേച്ചി ഇങ്ങനെ നോക്കുന്നത്? ചിപ്പി സംശയത്തോടെ ചോദിച്ചു. ഇഷാനി ചെറുതായി ചിരിച്ചു. ഞാൻ എൻ്റെ അനിയത്തിയെ ഓർത്തതാ. അപ്പോലെയാണ് ഇഷു ചേച്ചി എന്ന് വിളിച്ച് എൻ്റെ പുറകെ നടക്കും. അത് കേട്ട് ചിപ്പിയുടെ മുഖത്ത് ഒരു കുസൃതി ചിരി വിരിഞ്ഞു. അപ്പോൾ ചേച്ചിക്ക് എന്നെയാണോ കൂടുതൽ ഇഷ്ടം, അതോ ചേച്ചിയുടെ അനിയത്തി ചിപ്പിയെയാണോ? അവൾ കള്ളച്ചിരിയോട് ചോദിച്ചു. അത് കേട്ട് ഇഷാനി കണ്ണ് കോർപ്പിച്ച് അവളെ നോക്കി. അയ്യോ എന്നും പറഞ്ഞ് ചിപ്പി ഒരു
ഇലി കൊടുത്തു. പിന്നെ ഓടി. ഈ പെണ്ണിനെ കൊണ്ട് ഇഷാനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ഓടിപ്പോകുന്നത് നോക്കി ഇഷാനിയും അറിയാതെ ചിരിച്ചു. പിന്നെ വീണ്ടും പാചകത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. ആ സമയത്ത് ഇന്ന് നടന്ന ഒരു കാര്യവും അവളുടെ മനസ്സിലുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ എടുത്ത് ടേബിളിൽ രണ്ടുപേരും കൊണ്ടുവച്ചു. അവർ ഓരോന്ന് സംസാരിച്ച് ഫുഡ് കഴിച്ചു. അല്ല ചേച്ചി, ഞാൻ കുറേ കാലമായി ചോദിക്കാൻ വിചാരിക്കുന്നു, ചിപ്പി പറഞ്ഞു. എന്താ എന്ന പോലെ ഇഷാനി അവളെ നോക്കി. അതിലെ ചേച്ചിയുടെ അനിയത്തിയെ എന്താ ചിപ്പി എന്ന് വിളിക്കുന്നത്? അനുഗ്രഹ എന്നല്ലേ പേര്? അപ്പോൾ അനു എന്ന് വിളിച്ചൂടെ? പെട്ടെന്ന് ചിപ്പി ചോദിച്ചു. ആ നിമിഷം ഇഷു ഒന്നും മിണ്ടാതെ ഇരുന്നു. പിന്നെ പറഞ്ഞു, അങ്ങനെ അവളെ അച്ഛൻ മാത്രമേ വിളിക്കാറുള്ളൂ. അച്ഛന് അവളെ ചിപ്പി എന്ന് വിളിക്കാനായിരുന്നു ഇഷ്ടം. അതുപോലെ തന്നെ അവളെ ഒരു പ്രത്യേക ഇഷ്ടമായിരുന്നു അച്ഛന്. എനിക്കും അമ്മയ്ക്കും അവൾ കുഞ്ഞിയായിരുന്നു. പക്ഷേ അച്ഛന് പോയപ്പോൾ പിന്നെ ഞാൻ അവളെ ചിപ്പി എന്ന് വിളിക്കും വല്ലപ്പോഴും. കുഞ്ഞി എന്ന് വിളിക്കുന്നതിനേക്കാളും അവൾക്കിഷ്ടം അച്ഛൻ്റെ ചിപ്പി ആവാനാണ്. ആ ഓർമ്മകളിൽ അവളുടെ കണ്ണ് നിറഞ്ഞു. സാരമില്ല ചേച്ചി, കരയല്ലേ. പിന്നെ ഭക്ഷണവും എല്ലാം കഴിച്ച് രണ്ടുപേരും കിടന്നു. രാവിലെ എഴുന്നേറ്റ് ചിപ്പി അവളുടെ ഫ്ലാറ്റിൽ പോയി, സ്കൂൾ ഉള്ളതുകൊണ്ട്. പിന്നെ ഇഷു വേഗം കിച്ചണിൽ പോയി ഒറ്റക്കായതുകൊണ്ട് അവൾ ബ്രെഡിൽ ചോക്ലേറ്റ് സ്പ്രെഡ് തേച്ച് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിന്നില്ല. കോഫി കുടിച്ചു. റൂമിലേക്ക് പോയി ഓഫീസിൽ പോകാൻ വേണ്ടി ഒരുങ്ങാൻ പോയി. ഓഫീസിൽ പോകാൻ അവൾക്ക് തോന്നുന്നില്ല. രാജേൻ്റെ പ്രശ്നം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമോ എന്നൊക്കെയുള്ള ടെൻഷനാണ് അവൾക്ക്. വലിയൊരു ഇവൻറ്റിൻ്റെ ഉത്തരവാദിത്തം തനിക്കായതുകൊണ്ട് അവൾ പോവാൻ റെഡിയായി. ആ സമയമാണ് അവൾ അർജുൻ്റെ കോട്ട് കാണുന്നത്, ഇന്നലെ ചെയറിൽ വിരിച്ചു വെച്ചത്. അവൾ അത് എടുത്തു നോക്കി. ഇനിയിതിപ്പോൾ എങ്ങനെ സാറിന് കൊടുക്കും എന്ന് ചിന്തിച്ചു. പിന്നെ അത് അവിടെ വെച്ച് പുറത്തേക്ക് പോയി. ഓഫീസിലെത്തിയ ആ സമയം എല്ലാവരും എന്തോ ചർച്ച ചെയ്യുന്നുണ്ട്. അവൾക്ക് ഭയം തോന്നി. ഇനി ഇന്നലെ നടന്ന കാര്യം ഇവർ അറിഞ്ഞു കാണുമോ? അയാളെ പോലീസിൽ ഏൽപ്പിക്കാൻ പോവാ എന്നല്ലേ അർജുൻ സാർ എന്നോട് പറഞ്ഞത്? അപ്പോൾ ഇവർ അറിഞ്ഞു കാണും. ആ ചിന്തയിൽ അവളുടെ മുഖം താഴ്ന്നു. പിന്നെ പതിയെ ഓഫീസിലേക്ക് നടന്നു. അവളെ കണ്ടതും ഗായു ഓടി വന്നു. അവൾ ഗായുവിനെ നോക്കി. എടി, നീ അറിഞ്ഞോ രാജേഷ് സാറിനെ ഇന്നലെ? അത്രയും പറഞ്ഞ് ഗായു ഒന്ന് നിർത്തി ശ്വാസം ആഞ്ഞു വലിച്ചു. അത് കേട്ടപ്പോൾ തന്നെ ഇഷാനിക്ക് ഉറപ്പായി ഇന്നലെ നടന്നത് ഓഫീസിൽ അറിഞ്ഞിട്ടുണ്ടെന്ന്. അവളുടെ മുഖത്ത് അസ്വസ്ഥത നിറഞ്ഞു. അവൾ ഗായുവിനെ വല്ലാതെ നോക്കി. എടി, അത് പിന്നെ. ഇഷാനി എന്തോ പറയാൻ നിന്നതും ഗായു ബാക്കി പറഞ്ഞു. ഇന്നലെ രാജസ്ഥാന് ആക്സിഡൻറ്റ് പറ്റി. അത് കേട്ടപ്പോൾ ഇഷാനിയുടെ ഉള്ളിൽ വെള്ളിയിടി വിട്ടി. അവൾ ആകെ ഞെട്ടി. എന്താ? അവളുടെ ആ ചോദ്യം കുറച്ചുറക്കെയായിരുന്നു. പെട്ടെന്നാണ് ഓഫീസിൻ്റെ ഗേറ്റിന് മുന്നിൽ എത്തി നിൽക്കുന്ന ഒരു കറുത്ത മെർസിഡീസ് മേബസ് എസ് ക്ലാസ് വണ്ടി കാണുന്നത്. പുറകിൽ നിരനിരയായി അവൻ്റെ 2 ഗാർഡ്സ് വണ്ടിയും. എല്ലാവരുടെയും ശ്രദ്ധ ആ വണ്ടിയിലേക്ക് പോയി. അതിൽ നിന്ന് ഇറങ്ങി വരുന്ന അർജുനെ കണ്ട് എല്ലാവരും നെട്ടി. അർജുൻ ഒബ്രോയ്, അവർ പറഞ്ഞു. അവനെ കണ്ട് ഇഷാനിയുടെ ഉള്ളിൽ ഇന്നലത്തെ കാര്യങ്ങൾ കടന്നുപോയി. ഒപ്പം എന്നത്തെയും പോലെ അവളുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. ചുറ്റുമുള്ള പെൺപിള്ളേർ അവനെ നോക്കി നിന്നു. അവൻ്റെ സാന്നിധ്യം തന്നെ ഒരു ആകർഷണം പോലെ തോന്നി. പക്ഷെ അവൻ്റെ കണ്ണുകൾ ഒരാളിൽ മാത്രം നിൽക്കുകയായിരുന്നു. ഇഷാനിക്കത് മനസ്സിലായതും അവൾ തല താഴ്ത്തി. അർജുൻ നേരെ നടന്ന് അവളുടെ മുന്നിൽ വന്നു നിന്നു. ചുറ്റുമുള്ള സ്റ്റാഫുകൾ തമ്മിൽ നോക്കി. എന്താ നടക്കാൻ പോകുന്നത് എന്നറിയാതെ. ഇഷാനി പതിയെ തല ഉയർത്തി അവനെ നോക്കി. ആ നിമിഷം തന്നെ രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കി. ഒരു സെക്കൻഡ്. പിന്നെ അവൾ വേഗത്തിൽ നോട്ടം മാറ്റി. അർജുൻ അവിടെ നിന്ന് ഒരു പടി മാറി സ്റ്റാഫുകളെ നോക്കി. ഹായ്, ഐ ആം അർജുൻ ഒബ്രോയ്. ഫ്രം ടുഡേ ഓൺവേർഡ്സ് ഐ ആം യുവർ ബോസ്. ദിസ് കമ്പനി ഈസ് നൗ അണ്ടർ ഒബ്രോയ് ഗ്രൂപ്പ്. വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, തെറ്റെനിക്ക് ക്ഷമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.